കുറച്ച് കേരളത്തിന്റെ ജനങ്ങൾ കുറച്ച് ആവശ്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിൽ പ്രശ്നം, കാരണം ഞങ്ങളെല്ലാ വാർഡിലും റാങ്കർക്ക് പുറത്തോടും തന്നെ അന്തരീക്ഷം മാറി വളരെ നല്ല രീതിയിൽ എല്ലാവരുടെ സഹകരണത്തോടും കൂടി മാത്രമല്ല പറഞ്ഞ സമയത്തിനേക്കാൾ മുമ്പ് തന്നെ അങ്ങനെ ശരിയായി കഴിഞ്ഞു. ഇനി ഒരു 20% ഇട റോഡുകളിൽ നിന്ന് മാത്രമേ കുറച്ച് മാലിന്യം മാറ്റാനുള്ളൂ. അത് ടിപ്പറുകൾ വരാൻ വേണ്ടി വൈകുന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെല്ലാവരും തന്നെ ഓരോ സ്ഥലത്ത് നേർത്തു. ഉടുപ്പള്ളിപ്പിടി ആശയായിരുന്നു കോർപ്പറേഷൻ ഓഫീസ് വെള്ളയമ്പലമൊക്കെ നേർത്തു കൊടുത്തു. ഒരു പാട്ട് രാധാകൃഷ്ണൻ ഏറ്റവും ആദ്യം ക്ലീനിങ് പൂർത്തിയായ സ്റ്റാച്യൂലാണ്. അദ്ദേഹം സിന്ധു ശശിയാണ് ഇവിടെ നടത്തുന്നത്. എം ആർ ഗോചേട്ടൻ ഞാനും സെക്രട്ടറി രാവിലെ മുതൽ ആറ്റുകാരും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി. മെഡിക്കൽ കോളേജ് പേരുകൂടെയൊക്കെ അവിടെയൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞു. 20% സ്ഥലത്ത് ഇട റോഡുകളിൽ നിന്ന് മാലിന്യം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 8:30 കൃത്രിമ മഴ പെയ്യുമെന്ന് നേരത്തെ 8:30 ആയപ്പോഴേക്കും തന്നെ നഗരം ക്ലീൻ ആക്കി കൃത്രിമ മഴ പെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും നേരത്തെ എനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാർ വന്ന പൊങ്കാല കഴിഞ്ഞിട്ട് ഇത്രയും നേരത്തെ 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ നഗരം വൃത്തിയായി കഴിഞ്ഞു. 8:30 ആയപ്പോഴേക്കും കൃത്രിമ മഴയും പെയ്ച്ചു കഴിഞ്ഞു. ഇത്രയും ആൾക്കാർ വന്നിട്ട് ഇത്രയും നേരത്തെ തീരുന്നത് വലിയൊരു ചട്ടത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ പണ്ട് അവര് ഞാൻ അതിൽ പറയാം, ഈ ചുമ്മാ വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എഴുതി വിട്ടിട്ട് കാര്യമില്ല. അതായത് അതിനൊരു ആശങ്കയും വേണ്ട, ഒരു കൺഫ്യൂഷനും ഇല്ല. നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രക്രിയ, അതിൽ ഞങ്ങൾ ഏത് ഭാഗം മാത്രമാണ് പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വയ്ക്കാൻ കട്ട കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രയോഗം അല്ലെങ്കിൽ ആ ഒരു രീതി, അത് ഞങ്ങൾ ഒന്ന് നോക്കാം. പക്ഷേ കണക്ക് നോക്കുമ്പോഴേക്കും ഇന്നലെയൊക്കെ നോക്കിയപ്പം എനിക്ക് വേറെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നത് ഒരു 10 ലക്ഷം രൂപ വരെ ഈ കട്ട മാറ്റാൻ വേണ്ടി മാത്രം ലേബർ ആകുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം കല്ല് ലഭിക്കുന്നുണ്ടോ, ഇത്ര പേർക്ക് കൊടുക്കാൻ സാധിച്ചു, ആ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളായിട്ട് തടസ്സെടുക്കേണ്ട എന്ന് പരീക്ഷണാർത്ഥം ഇത്തവണ